തുടരുന്നു. സിനിമാ സംഘടനകളുടെ തലപ്പത്തേക്ക് ആരെന്നറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. മുൻപെങ്ങുമില്ലാത്ത വിധം സങ്കീർണവും ആവേശവും നിറഞ്ഞതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് ചൂടിൽ അക്ഷരാർത്ഥത്തിൽ തിളച്ചു മറിയുകയാണ് കൊച്ചി. സിനിമാ സംഘടനകളായ അമ്മയിലെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയും തലപ്പത്തേക്ക് ആരെന്ന ചോദ്യത്തിന് നിർണായകമായ ഉത്തരം ലഭിക്കുന്ന തിരഞ്ഞെടുപ്പ് ചൂടിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തെക്കാൾ ശക്തമാണ് സംഘടനയിലെ അംഗങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി പറഞ്ഞു മനസ്സിലാവും. ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? എന്താണ് പറ്റിയത്? ഞാൻ പിന്നെ ജീവിതകാലം മുഴുവൻ പർദ്ദ ധരിച്ച് നടക്കണമെന്നാണ് ലിസ്റ്റിന് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന ആഞ്ഞുവീശിയ കൊടുങ്കാറ്റിൽ താളം തെറ്റിയ സംഘടനയാണ് അമ്മ. ഭാരവാഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തൊട്ടു പിറ്റേന്ന് മുതൽ ആരംഭിച്ചു അംഗങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും വാക്കുതർക്കങ്ങളും. ആദ്യം ഉയർന്നത് ആരോപണ വിധേയർ മത്സരിക്കാൻ പാടില്ല എന്നത്. ഒരു വിഭാഗത്തിന് എതിർപ്പിനെ തുടർന്ന് ആരോപണ വിധേയർ കളം വിടുന്ന കാഴ്ചയും കണ്ടു. പിന്നാലെ ഉയർന്നതായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരായ ആരോപണം. മീറ്റു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ ദുരനുഭവങ്ങൾ പങ്കുവെച്ച വീഡിയോ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യവുമായി കുക്കു പരമേശ്വരനെതിരെ ഒരു വിഭാഗം വനിതാംഗങ്ങൾ രംഗത്തെത്തി. ഒടുവിൽ ആ കേസ് ചെന്നെത്തിയത് വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും DGPക്കും മുൻപാകെ. പിന്നാലെ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെയും ഉയർന്നു പരാതി. ആ പരാതി കള്ളപ്പരാതിയാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഒരു വിഭാഗം വിലയിരുത്തി. അങ്ങനെ തുടരുന്നു പരാതികളും പരിഭവങ്ങളും. എന്തായാലും ഇതിനൊക്കെ വിരാമം ഓഗസ്റ്റ് 15-ന് കൊച്ചി ലുലു മാരിറ്റ് ഹോട്ടലിൽ ഉണ്ടാകും എന്നതാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. പക്ഷേ ഓഗസ്റ്റ് 15-ന് പുതിയ ഭാരവാഹികൾ വരുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളിയും ചില്ലറയല്ല. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്കുള്ള ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഈ മാസം 14 നടക്കാനിരിക്കെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനാ വേള അത്യന്ത നാടക രംഗങ്ങൾക്കായിരുന്നു സാക്ഷ്യം വഹിച്ചത്. കാലാകാലങ്ങളായി നേതൃത്വത്തോടും ഭാരവാഹികളോടും തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച നിർമ്മാതാവ് സാന്ദ്ര തോമസിനെ പത്രിക തള്ളിയതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. പിന്നാലെ നിർമ്മാതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ. ഒടുവിൽ സാന്ദ്രയുടെ അമർഷവും പരാതിയും കോടതി വരെ എത്തി. സാന്ദ്ര തോമസിന്റെ പേരിൽ മലയാള ചലച്ചിത്ര നയരൂപീകരണത്തിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച സിനിമാ കോൺക്ലേവിലടക്കം ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഉചിതമായ ഭാരവാഹികൾ തലപ്പത്തേക്ക് വരണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിനിമാ പ്രവർത്തകരും പൊതുസമൂഹവും. അത് നടപ്പിലാക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇനി ബാക്കി. ഈ മാസം 14-15 തീയതികളിലായി ആരൊക്കെ തലപ്പത്തേക്കെന്ന വ്യക്തമായ ഉത്തരം ലഭിക്കും. കൊച്ചിയിൽ നിന്നും മാഹീൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.